നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ന്യൂടെക്സിന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഒരു ഡെമോ ആണ്. സ്ക്രാച്ച് ഡിസൈനിന് പൊതുവെ അറിയപ്പെടുന്ന പ്രൊഫൈൽ 3mm തിക്നെസ്സിൽ കയറുന്ന പ്രൊഫൈലിന്റെ ഒരു ഡെമോ ആണ് കാണുന്നത്. ഇതിവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് കാണാം. ഈ പണിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഒരു തരി പോലും കനം കൂടിയോ കുറയോ പാടില്ല. കനം കൂടുകയാണെങ്കിൽ നമ്മൾ ഇതേമാതിരി ബ്ലേഡ് വെച്ച് ഓരോ ലെവലാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ആ പാറ്റേൺ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ കൂടുതലുള്ളത് നമ്മൾ ഇതേമാതിരി ബ്ലേഡ് വെച്ച് എടുക്കുന്നു, കുറവുള്ളത്തേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അതിന് ശേഷമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാം. കാണുന്നുണ്ടാവും, ഇത് ഈ ഡിസൈൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിസൈൻ അല്ല. ആ മെറ്റീരിയലിന്റെ പ്രത്യേകത കൊണ്ട് മാത്രം വരുന്ന ഒരു ഡിസൈനാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ട്രവല് ബാക്കിൽ ആണിയുണ്ടെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ആണിയൊന്നല്ല, മെറ്റീരിയലിന്റെ പ്രത്യേകത മാത്രം കൊണ്ടാണ് ആ ലൈൻസ് വരുന്നത്. അത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ട്രവലാണ് ഉപയോഗിക്കുന്നത്. PVC-യുടെ ഒരു ട്രവലാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് കാണുന്ന മാതിരി ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് അല്ല മുകളിലേക്ക് താഴേക്ക് ആക്കുമ്പോൾ അതിന് ഡിസൈൻ വരും. ലെഫ്റ്റ് റൈറ്റ് ആക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസൈൻ വരും. ചെരിച്ചാണെങ്കിൽ ചെരിച്ച്, വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ. നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പല കമ്പനി പലത് പറയുന്നത് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നു, പലര് സ്ക്രാച്ച് ഡിസൈൻ എന്ന് പറയുന്നു, ചിലവര് പല രീതിയിൽ പലരും പറയുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത്.